നമുക്കിന്നൊരു ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്തെടുക്കാമെന്ന് പഠിക്കാം. ഈ ഫ്ലവർ ചെയ്തത് ചെയിൻ സ്റ്റിച്ചിൻ്റെ ഫുള്ള് ചെയിൻ സ്റ്റിച്ചായിട്ട് അടുത്തടുത്ത് തുന്നിയെടുത്തതേ ഉള്ളൂ. ഈ ലീഫ് ചെയ്തത് വേറെ മോഡലിലാണ്. ചെയിൻ സ്റ്റിച്ച് രണ്ടും ചെയിൻ സ്റ്റിച്ച് തന്നെയാണ്, പക്ഷേ രണ്ട് ടൈപ്പിലാണ് ചെയ്തെടുത്തത്. അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. സൂചീനെ ഈ ലൈനിൻ്റെ അടിയിലായിട്ട് കുത്തിയെടുക്കുന്നു. എന്നിട്ട് ഈ കുത്തിയ സൈഡ് തന്നെ ഇല്ലേ, ഈ കുത്തിയ അതേ സൈഡിൽ വെച്ചിട്ട് നമ്മൾ വീണ്ടും എടുക്കുന്നു. എന്നിട്ട് കുത്തി സൂചീനെ മേലോട്ടേക്ക് പൊന്തിച്ചിട്ട് ഈ നൂലില്ലേ, ഈ നൂലിനെ ഈ സൂചീൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുക്കുന്നു. എന്നിട്ട് ഈ നൂല് വന്ന ഇതില്ലേ, ഈ നൂല് നിൽക്കുന്ന അതേ സ്ഥലത്ത് തന്നെ വീണ്ടും കുത്തുന്നു. എന്നിട്ട് മേലോട്ട് പൊന്തിക്കുന്നു. ഈ നൂലിനെ ഈ സൂചീൻ്റെ ഉള്ളിൽ കൂടെ ഇടുന്ന് മേലോട്ടേക്ക് വലിക്കുന്നു. ഈ ലീഫിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്തില്ലേ, ഇതുപോലെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്, അതിൻ്റെ അടുത്തേക്ക് വേറെ ചെയിൻ സ്റ്റിച്ച് ചെയ്തത്, അങ്ങനെ ഫുള്ള് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് ഉള്ളിലായി ചെയ്തെടുക്കുന്നതാണ് ഈ ഫ്ലവർ ചെയ്ത മോഡൽ. എന്നിട്ട് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഈ എൻഡ് പോയിൻ്റില്ലേ, ഇതിങ്ങനെ വലിച്ചിട്ട് ഇതിങ്ങനെ വന്നില്ലേ, ഇതിൻ്റെ എൻഡിലായിട്ട് പുറത്തേക്ക് സൂചി താഴത്തേക്ക് കുത്തുന്നു. താഴോട്ടേക്ക് വലിക്കുമ്പോൾ അതവിടെ ലോക്കായി നിന്നോളും. ഈ ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ തുന്നിക്കഴിഞ്ഞ് ഈ ലാസ്റ്റ് എത്തുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ കുത്തിയെടുക്കുക. ഇവിടെ ഇങ്ങനെ സൂചി കുത്തിയെടുത്ത്, എന്നിട്ട് ഈ സൂചീൻ്റെ ബാക്ക് സൈഡില്ലേ, ഈ സൂചീൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് ഇതിൻ്റെ ഒറ്റൊരു സ്റ്റിച്ച്, ഇത് രണ്ടെണ്ണമായിട്ടല്ലേ ചെയിൻ സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണമായിട്ടല്ലേ ഇങ്ങനെ അതിൻ്റെ അകത്തുനിന്ന് ഒറ്റൊന്നിൻ്റെ ഒന്ന് കൂടെ നമ്മളിങ്ങനെ എടുക്കും.